ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ഈ സിനിമ ഞാൻ വളരെ യാദൃശികമായിട്ടാണ് കേട്ടോ പോസ്റ്റർ കണ്ടിട്ടാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്ന വിവരം തന്നെ ഞാൻ അറിയുന്നത്. ഒത്തിരി മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്താണോ തോന്നിയത്, അല്ലെങ്കിൽ എനിക്കത് കണ്ടിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അഭിപ്രായ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്കെന്ത് തോന്നി എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെയാണ് ഒരു സിനിമ എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിനിമയെ ഒരുപാട് ആവശ്യമില്ലാണ്ട് ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് വരാം. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ സിനിമ കാണുന്ന സമയത്ത്. കാരണം കാസ്റ്റിംഗ് നോക്കുമ്പോഴത്തേക്കും വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് എന്ന് പറയുന്നൊരു കോംബോ ആണ്. ഈ കോംബോ അറിയില്ല, വളരെ രസകരമായിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് അശോകൻ, ലാലു അലക്സ് ഒക്കെ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിലേക്ക് എത്തുന്നു. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിങ്ങിന് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നി. സ്ക്രിപ്റ്റിങ്ങിന് എന്തൊക്കെയോ പോരായ്മ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, കഥ കുറച്ചുകൂടെ അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതർവൈസ് ഡയറക്ഷനൊക്കെ അത്യാവശ്യം നല്ലത് തന്നെ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെയൊക്കെ പെർഫോമൻസ് വൈസും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ സാധാരണ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ബിബിൻ ജോർജ് എന്ന് പറയുന്നവരുടെ കോംബോയിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ട് ഈ സിനിമ എത്തിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നെനിക്ക് തോന്നി. ഇൻ്റർവെല്ലിന് ശേഷമുള്ള കുറേ ഭാഗമൊക്കെ കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ സിനിമ തീരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ലാസ്റ്റ് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. മേ ബി നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്കും നേരെ തിരിച്ച് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വരാം. എൻ്റെ അഭിപ്രായമായിരിക്കണമെന്നില്ല നിങ്ങൾക്ക്, അത് ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക. ഞാനിതിൻ്റെ സ്പോയിലറുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനും ഇല്ല, കാരണം എനിക്കിത് വർക്കായില്ല ഈ സിനിമ. അതുപോലെ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഈ സിനിമ കണ്ടിട്ട്. ഇവരുടെ ഒരു കോംബോ വരുമ്പോൾ ഞാനത് ഒത്തിരി പ്രതീക്ഷിച്ചു എന്ന് തന്നെ വിചാരിക്കാം. മേ ബി എൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടായിരിക്കാം. ഞാൻ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു. അത്യാവശ്യം വളരെ ഒരു നല്ല കിടിലൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ വലിയൊരു കോമഡി സിനിമയായിട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. പക്ഷേ എനിക്കത് അങ്ങോട്ട് ഇതായില്ല, വർക്കായില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക. ഫാമിലി എൻ്റർടൈനറാണ്, ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.